എന്നാലും പാവ ചങ്ങ 28 വയസ്സ് പറഞ്ഞപ്പോ നിനക്ക് വിഷമല്ലടാ. ലക്ഷദ്വീപ് 28 പറഞ്ഞപ്പോ നിനക്ക് തന്നെയാന്ന് തോന്നിയപ്പോ ഉള്ളിലൊരു ചെറിയ വിഷമം അല്ലേ? പാവ 28 വയസ്സുള്ള മാമൻ തന്ത പെടക്കുന്നില്ല പട്ടി. ശരിയല്ലേ വണ്ടി തിരിക്ക് എനിക്ക് വീട്ടിൽ പോണോ? എടാ കളിക്കല, നീ എന്റെ വീടിലെ മെയിൻ ഹൈലൈറ്റാ അല്ലേ? ധന്യജ് വന്നപ്പം തന്നെ എയറിലെത്തി. ധന്യജ് ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്ന് നമ്മൾ കണ്ണൂർ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ കക്കാട് പൊല്ലുപ്പിക്കട എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പരിപാടി വെച്ചാൽ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കയാക്കിങ് ചെയ്യപ്പോൾ ദിസ് ഇസ് കയാക്കിങ്ങിൻ്റെ വീഡിയോ, രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മളോട് ഇന്ന് പുതിയ രണ്ട് പിള്ളേരും കൂടി ഉണ്ട്. അപ്പോൾ ഓരോ കൂടെ കയാക്കിങ്ങും സ്പീഡ് ബോട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കെന്നാൽ നേരെ അങ്ങോട്ടേക്ക് വീഡിയോയിലേക്ക് വിശേഷം കാണിച്ചു തരാം. മാത്രം എടുക്കുന്നത് നീ ഓക്കെ വാ. എവിടെ പോകുന്നു? ടോയ്ലറ്റില്ല. എവിടെ പോകുന്നു നീ? എന്നാ ഇവനെന്തെങ്കിലും മടിയനായത് അല്ലേ? ഇവൻ നിന്റെ പറ എന്താണ് ഇങ്ങനെ? ആ അതെ, ഓനാവുന്നു നാണോ മാനോ ഉളുപ്പൊന്നുമില്ല. നീ നോക്കറ, ഇങ്ങനെ നോക്ക്, ഇങ്ങനെയൊക്കെയല്ല. നീ ആൺകുട്ടിയനല്ലേ? എന്നെ എന്താ സൈലന്റ് ആയിട്ട് നിൽക്കുന്നേ? തുടങ്ങിയിട്ടില്ല അല്ലേ? നമുക്ക് തുടങ്ങാനുണ്ടല്ലേ? തുടങ്ങാനുണ്ട്. നമ്മൾ ലൈവ് മുടിക്കട്ടല്ലേ? വിത്തൗട്ട് കുടിച്ചിട്ട് എന്തുണ്ട്? ആടാ ഇവ തടി കുറച്ച് അറിയില്ലേ? ഫുള്ളും ഇപ്പൊ ഡയറ്റാ, ഡയറ്റിന്റെ പരിപാടിയാണ് മൊത്തം. ചെക്കൻ ഫുള്ളും ഡയറ്റിലാ, ഡയറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ നല്ല ആൾ തടിയുള്ള ആളാണ്. ഫുള്ളിപ്പം മധുരെല്ലാം കുറച്ച് ഫുള്ള് സെറ്റപ്പായി. ആരാ ഈ പറയുന്നത്? എന്നാ ഇത് പൈസ പോകുന്നില്ലല്ലോ. അത് ആയിട്ടില്ലാന്ന് ഉറപ്പാ? ഒന്നുകൂടി ചെയ്. അല്ല ഇത് അവൻ്റെ അനുജിന്റെ ഓഫാക്കിയ ഫോണ് ഐഫോൺ ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു നിബന്ധന. ഐഫോൺ എന്നാ ഇത് കണക്ട് ചെയ്തെങ്കിലാ അതിനെ അടിച്ചോളാം. ഇതിനൊരു വീഡിയോ കാണിക്കുന്നത് അടിച്ചില്ലേ? ഐഫോൺ ഇങ്ങനെ പോകുന്നുണ്ടോ? നല്ല ആവുക എന്നാന്ന് കളിക്കുന്നത്. ലൈവ് മുടിച്ചു പോയാലും ഇറക്കി പോയി വേണ്ടാലോ. ഐഫോൺ കണക്ട് ചെയ്യാൻ വേണ്ട, ഇങ്ങനെ ഒരു ചിഹ്നം വരും. ചേട്ടാ കുറച്ചെന്റെ ചെയ്തെന്നാ മതിയാ? ആയാ അല്ല നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവില്ലേ? എന്നാ അത് ആവൂല. നീ കണ്ടോ? നീ ഐഫോൺ ഇപ്പൊ വലിയ ഡയലോഗ് അടിച്ചാ. ഓന്റെ ഫോണൊന്നും ആകുന്നില്ല. ഒന്ന് പോടാടുന്നു. എന്റെ നെറ്റ് ഓൾറെഡി തീർന്നില്ല. അതാ ഇത് നീ സംഭവം ഒന്നും പറയണ്ട, കൊറേ നേരായി. ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പൊ എറാണെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് ചെയ്തേ, നീ എന്റെ ട്രാൻസ്ഫർ ചെയ്യാം. ആയാ ചെയ്താ മതി. എന്താ ഒന്ന് ഫോണാ? ആരെ നമ്പർ അടിക്കുന്നേ? കമ്മീഷൻ അടിക്കല്ലേ? അത് ഞാൻ അടിക്കണ്ടേ? അത് വീഡിയോ ഇല്ല, വീഡിയോ ഇട്ടിട്ടില്ല. നിന്റെ എന്നാ വേറെ പ്രശ്നമായിക്കോട്ടാ. ഇത് നമ്മളെ ധന്യജ് അനജ് ഒരു ആയി പറഞ്ഞ ആയി പറ. നല്ല രീതിയിൽ സൗണ്ട് പറയണേ. ഓക്കെ, നല്ല സൗണ്ട് പറയണേ. നിങ്ങളെ വർത്താനം ചെറുങ്ങനായിരുന്നു. ആ നിന്റെ സൗണ്ട് എനക്കറിയാം. നീ ആറാട്ട് പോലെ ബെട്ട് കളിക്കും. അനജ നല്ല അതെ, അനജ നല്ല സൗണ്ട് വേണം ഗോയ്സ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാട്ടാ. സംഭവം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? സ്പീഡ് ബോട്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് ഇതാണ്, റക്കായ നമ്മളെ കക്കാടുള്ള പൊല്ലുപ്പി കടവ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്കിപ്പോഴും നീന്താൻ അറിയില്ല. നീന്താൻ അറിയാണ്ട് ഈ ഒരു മൂഡിൽ ചെയ്യേണ്ടി വരും. അതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സീരിയസ് ആയിട്ട് പറ. എത്ര വയസ്സുണ്ടാവും? എത്ര വയസ്സുണ്ടാവും? നമുക്ക് ഇവിടുത്തെ ഇങ്ങനെ പറയാം, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ആളുകൾക്ക് എന്തായാലും 26 വയസ്സ് നിനക്ക്? എടാ മുതുക്ക് കളവാ. അവരെ നാട്ടിൽ സംഭവം എന്താ വെച്ചാല് ലക്ഷദ്വീപിലല്ലോ വയസ്സ് കുറഞ്ഞിട്ടാണ് ഇവര് കാണുന്നത്. നമ്മളെ കേരളത്തിന്റെ അവര് ഞാൻ പറയും 18 വയസ്സ്. ചെക്കന് നല്ല ഇതുണ്ട്. അവര് പറയാ നീ 28 വയസ്സുള്ള മാമൻ തന്ത. ലൈഫ് ജാക്കറ്റ് ഒന്ന് ലൈഫ് ജാക്കറ്റ് ഇട്ടടാ. എന്നാലും പാവ ചങ്ങ 28 വയസ്സ് പറഞ്ഞപ്പോ നിനക്ക് വിഷമല്ലടാ?
ലക്ഷദ്വീപ് 28 പറഞ്ഞപ്പോ നിനക്ക് തന്തേന്ന് തോന്നിയപ്പോ ഉള്ളിലൊരു ചെറിയ വിഷമം അല്ലേ? പാവം പോട്ട് വാ നമുക്ക് കയാക്കിങ് വാ ഇടി നീ എന്റെ വീടിലെ മെയിൻ ഹൈലൈറ്റാ അല്ലേ? ധന്യജ് വന്നപ്പം തന്നെ എയറിലെത്തി. ധന്യജ് സാനോന്റെ പേര് പറയട്ടോ ഒച്ചത്തിൽ പറ. ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല എന്ത് 28 വയസ്സ്. എന്നോട് കുറെ ആൾ വയസ്സ് പറഞ്ഞു. 28 ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടി. അതില് ഞാൻ അഭിമാനമാണ്. ഒരു 2 ലക്ഷദ്വീപിലെ സുഹൃത്തുക്കളാണ് പറഞ്ഞ 28. ലക്ഷദ്വീപിൽ പോയാൽ എന്താ പറയാ, ഇവൻ അച്ഛനെന്ന് വിളിക്കും 2 മക്കളുടെ തന്ത. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ചത്താലും ലക്ഷദ്വീപ് പോവില്ല. നീയല്ല കഴിഞ്ഞ ആഴ്ച പോകുന്നുണ്ട് പറഞ്ഞേ. കഴിഞ്ഞ ആഴ്ച ഞാൻ പോവാൻ ഞാനോട് കഴിഞ്ഞ മാസം ഇവൻ പോകുന്നുണ്ട് പറഞ്ഞതാ. ലക്ഷദ്വീപ് വരുന്നുണ്ട് പ്ലാന് ഞാൻ വിട്ട്. ലക്ഷദ്വീപ് പോയ ഇവനെ തന്തയാക്കും ആടുള്ള നാട്ടുകാർ മൊത്തം. ആദ്യം തന്നെ പോയോട് ചോദിക്കും, മോനെ എത്ര കുട്ടികളായി, എത്ര കല്യാണം കഴിച്ചോ, എല്ലാ കാര്യം ചോദിക്കും. ചവിട്ട് എനക്ക് വീഡിയോ എടുക്കണോ? പിന്നെ ഞാനതിന് ഈ ക്യാമറ നോക്കി പിടിച്ചിരിക്കുന്നത്. അതെ ചവിട്ടുന്ന, നീ ചവിട്ടില്ലല്ലോ. പിന്നെ ആരാ ഇരിക്കണ്ടേ? എന്നാ ഞാൻ ചവിട്ടണം. നീ ചവിട്ടിക്കോ, അനക്കെന്തായാലും വീഡിയോ എടുക്കണ്ടല്ലേ. ആ ഇനി ഉള്ളിൽ വെക്ക്. നീ കേറി പോ കേറി. പാണ്ടിലോറി കേറി വേഗം. അതൊന്ന് സാധനം ഉള്ളിന്ന് ആടിക്കളിക്കുന്നു. ധന്യജ് മാമ വേഗം കേറ്. ധന്യജ് മാമ ഇന്നത്തോടെ കയറില്ല ഉറപ്പാ. എടാ ഫോൺ ഉള്ളിൽ വെച്ചിട്ട് ചെയ്തോ, ഈ സാധനം മടങ്ങാൻ കഴിയുന്നില്ല. ബോട്ടെല്ലട കുലുകുന്ന. എടാ വെയിറ്റ് എല്ലാം കുറയ്ക്കണേ ഇനിയോ. ചെക്കൻ ഡയറ്റിലാണ് സംഭവം. ആ ഷുഗർ ഡയറ്റിലാ. ഇങ്ങനെയൊന്നല്ല, ഇതിനേക്കാൾ തടി ഉണ്ടായിന്. ഇപ്പൊ ഫുൾ ട്രാൻസ്ഫോം ആയി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പൊ നാട്ടിലേക്ക് വിടുവേ. നാട്ടിൽ പോയി നിനക്ക് നഷ്ടം. എടാ നീ ഇന്ന് എയറിലാവേണ്ട ദിവസാ, നീ അങ്ങനെ പോരുത്. ഞാനൊരു കാര്യം പറയട്ടെ, എയറിലാകുന്നതിനൊക്കെ ഒരു വിഷയമില്ല. പക്ഷെ കുറച്ച് ആൾക്കാർ കാണും ഇത്. ആരല്ലോ ഞാൻ ബാക്കി പറയുന്നില്ല. ഞാൻ എങ്ങനെ കേറണ്ടേ? എന്റെ മോനെ ഞാൻ ഇത് ഭാഗത്തിരിക്കണ്ടേ? അയ്യോ ചെരുവില്ല. ചേട്ടാ ചെരിയുന്നുണ്ട്. ചേട്ടാ ഇവിടെ ഇരിക്കില്ലേ? ഒരാൾ ഇരിക്കുന്നില്ലേ? അത് ഞാൻ ഒറ്റക്കാ. അതാ മോനെ പൊളി. നീ എവിടെയെങ്കിലും പോയി എത്തിച്ചേക്കല്ലേ? തിരിച്ച് നാട്ടിക്ക് വരണ്ട. നിന്റെ വീട്ടിൽ പോണ്ടേ രാത്രിയാകുമ്പോ? അതോ നമ്മള് തിരിച്ചെത്തിയിട്ടില്ലെങ്കിലോ? ഇതിന് വളക്കാൻ സ്റ്റെയറിംഗ് ഉണ്ടാ? ഈ വീഡിയോ നാളെ ഇടണമെങ്കിൽ നമ്മള് തിരിച്ചെത്തണേ. സ്റ്റെയറിംഗ് ഉണ്ടാ? ഇത് ഞാൻ മുന്നിലിരിക്കുമ്പോ നല്ല രസം ഉണ്ടാ. ആ എന്താ രസം, നല്ല ബ്യൂട്ടി. ആ ഇങ്ങനെ സൂചിച്ചിരിക്കട്ടാ. എടാ എങ്ങനെയുണ്ട് ഗൈസ് പറ? അടിപൊളിയാ. ധന്യജ് എങ്ങനെയുണ്ട് പറ? ചവിട്ടുന്നല്ലേ? നല്ല ഒച്ചത്തിൽ പറയടാ. ചവിട്ടുന്നല്ലേ? ചവിട്ടിട്ടില്ല ഇങ്ങനെ നിൽക്കൂ. ചവിട്ടാണ്ട് പോവൂല വണ്ടി. എടാ വണ്ടി എടുക്ക ചേട്ടാ. എങ്ങനെ മറന്നോന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വിചാരിക്കും ഇതിങ്ങനെ ഇതിന് സ്റ്റിയറിംഗ് ഒന്നുമില്ല. ആടിയിടും പോവാ. അപ്പൊ ഇതിനൊരു വഴിയില്ലാത്തോണ്ട് ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. സ്റ്റിയറിംഗ് ഏതാ ഇതിന്റെ കാണിച്ചാ? അത് സ്റ്റിയറിംഗാ? എന്താ പെഡൽ ബോട്ട്? എന്തിനാ നിനക്കറിയില്ല. പെഡല് ചവിട്ടാന് എന്തിനാ ഒരു പെഡൽ എന്തിനാ? അപ്പൊ ബാക്കി ആരും ചവിട്ടും. അങ്ങോട്ടേക്കോ. വ്യൂ അടിപൊളിയല്ലടാ. ധന്യജ ഫോൺ നോക്കണേ. അത് അനങ്ങളൊന്നും ഒന്നും ആവൂല. അതിന് ഇതില്ലടാ, പൊങ്ങിക്കൂലേ സംഭവം. എങ്ങനെ പൊളിയല്ലേ? ഞാൻ ചവിട്ടണാടാ. ഇതെല്ലാം പിന്നെ പാണ്ടിന്റെ ഒരു പോലത്തെ കയറിയ പിന്നെ എങ്ങനെ വളയാണ്ടിക്ക? ആ വേണ്ട, എനിക്ക് വെള്ളം പേടിയാ. റെക്കോർഡിങ് തന്നെയാണ്. എന്തിനു വേണ്ട? നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല.
എടാ മൊണ്ണ അതിന്റെ അടുക്ക് പോയിട്ട് അടിക്കല്ലേ. കൊറേ വെള്ളം കുടിക്കും. അതെനിക്കറിയാം. എടാ എന്നാ വളക്കട വണ്ടി വളക്ക്. എടാ അടിക്കോ അനജ, നീ എന്നാ പൊട്ടക്കളി കളിക്കല്ല. എടാ കളിക്കല്ല, അടിക്ക 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 അടിക്ക. ആട്ടാരെ ഓടി പറഞ്ഞേ. എടാ തിരിക്ക അടിക്കടാ. എടാ അനജ തമാശ കളിക്കല്ലേ. ഡബിൾ അടി തണ്ടി. എടാ കൈ വിടടാ പൊട്ട. നീ എന്നാ അത് പിടിച്ച പിന്നെ പോവാ. അങ്ങനെയല്ല ഇതൊക്കെ വരുന്നുണ്ട്. എടാ അതിന്റെ വഴിക്ക് പോട്ടെ. നീ വിട്, വണ്ടി വിട്. ചവിട്ട പിന്നെ എന്റെ മുന്നിലെ പെടലല്ലേ. അനക്ക് വീഡിയോ എടുക്കണം പൊട്ട. ഒരു മാമനടി വേറൊരുത്ത പിന്നെ തല കാലം പറ്റിച്ച് പോടാ. കാണാമൃഗ പോ, എണീച്ച് പോ. ഇവിടെ ചെരിയുന്നുണ്ട് വണ്ടി. 50, 20, 100 കിലോ ഉണ്ട്. അല്ല എന്നാ 100 കിലോ അല്ല. അല്ല അല്ല അത് നീ അങ്ങനെ നീ വലിയ ഇതാക്കുന്നേ. 100 കിലോ ആരാന്ന്? 100 കിലോ നീ തന്നെ. ആര് ഞാനാ? തെളിവുണ്ടാ? ഉണ്ട്. മറ്റേ നിന്നത്തെ സൈസ് തന്നെ വേണ്ട പിന്നെ തെളിവ് തന്നെയല്ലേ. വോട്ടിന് ഇപ്പൊ മറ്റേ പറയുന്ന പോലെ ജനന സർട്ടിഫിക്കറ്റ് നാറിന്റെ അടുത്ത് നീ ബാക്കിൽ പോയി വണ്ടി ചെരിയുന്നുണ്ട്. നീ കാലപ്പുറം എടാ അനക്കിപ്പോ നല്ല സീനാണ് വേണ്ട. എടാ ചെരിയുന്നുണ്ട്, ചെരിയുന്നുണ്ട്. നായി കളിക്കല്ല. തമാശ കാലും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ. താറാവ് എടുത്തു. ആ താറാവിനോട് ഇങ്ങോട്ട് വരാൻ പറയോ. താറാവേ ഇങ്ങോട്ട് വരൂ. വെള്ളത്തിൽ ഒന്തിട്ടാൽ ഞാൻ വെള്ളത്തിന് മുകളിൽ നിന്ന് ഡാൻസ് കളിക്കും. മറ്റേ ഹസ്കി ഡാൻസ്. നല്ല വ്യൂ അല്ലേ. നമ്മളേതോ അറബിക്കടല്ലേ. എടാ എന്തായാലും പകുതി തുഴയാണ്, വേറെ വഴിയില്ല. ഞാനും തുഴയാ. എനിക്കിപ്പോ വീഡിയോ അപ്പൊ പിള്ളേർ എന്നെ നോക്കിയിരുന്നു. ഞാൻ ചാടിട്ട് കളിച്ചതാ. ഇൻസ്റ്റാഗ്രാം വയ്ക്കാനല്ലേ. നീ സിഗ്മ വെച്ചിട്ട് ഞാൻ സിഗ്മ അല്ല. നിനക്ക് പെണ്ണുണ്ട്, അനക്ക് പെണ്ണില്ല. ആർക്ക് പെണ്ണ്? നീയാ? ആർക്കാ പെണ്ണ്? ആർക്കാ അനക്കാ? അതെനിക്കില്ല. ആർക്കാ പെണ്ണ്? അനക്കാ? അതെനിക്ക് പെണ്ണൊന്നുമില്ല. ഞാൻ ഇപ്പൊ സ്റ്റിൽ സിംഗിളാണ്. നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് കിട്ടില്ല. കിട്ടാത്ത മുന്തിരി പൊളിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നെല്ലാം എന്തെങ്കിലും. ശബരി പൊട്ടനും കൂടി വരണേനോ അല്ലേ. ശബരി ഉണ്ടെങ്കിൽ എന്റെ ശബരി പൊട്ട കൂത്തുറമ്പ് എത്തിയിട്ടില്ലേനു. ശബരി ഇല്ലാത്ത ബാക്കി സംഭവം മിഷൻ സക്സസ്ഫുൾ. എടാ നീ അങ്ങോട്ട് ഒരു കാലിട് കാണ്ടാൻ മൃഗേ. എടാ കുറച്ച് അങ്ങോട്ട് ഇരി തന്നെ. എടാ പൊണ്ണ ചെരിവിടെ ഞാൻ ചെരിവുണ്ട്. വിഷയല്ലാതോ ഞാൻ ഇങ്ങോട്ട് ചെരിയത്. അനജ് ഇപ്പുറത്താണ് ഞാൻ കുഴപ്പമില്ല. എടാ ചെരിവുണ്ടാ. എടാ നിന്റെ കാലുറച്ച് ഇങ്ങോട്ടൊക്കെ തുടച്ചാ പോരെ. ചളിയല്ലേ. നീ എന്താ ഗോൾഡിൽ ജനിച്ചവനാ? ഇതെങ്ങനെ ഉണ്ടേ? എടി നല്ല പണിയുണ്ടല്ലേ. ഇല്ല പണിയൊന്നുമില്ല. എടാ എന്റെ കാലത്ത് തിന്നടോ. കുറച്ച് അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞവനോട്. എന്നാന്ന് നിന്റെ സൈസാന്ന് ഇങ്ങോട്ട് അങ്ങോട്ടിരി. ആന പോലത്തെ ശരീരവും. ഇതെന്നെ നല്ല ഉണ്ടല്ലേ ഈ നടുക്കി ഇങ്ങനെ നിൽക്കുമ്പോ. നല്ലൊരു വൈബല്ലേ. ഞാൻ പറയട്ടെ, നടുക്ക് ശരിക്കില്ലേ മറ്റേ ഇവൻ വന്ന് ആടെയും ചെരിയും. മറ്റേ പാടല്ലേ വളർത്തണം പാടല്ലത്. അല്ല അത് ഹൈവേ അല്ലേ. ഇതിനെയും കോട്ടക്കൊന്ന നമുക്ക് പാസ്സാകും. എടാ അത് ഇങ്ങോട്ട് വരുന്ന അതല്ലേ. അനങ്ങുന്നുണ്ട്. ഞാൻ എന്നോട് ആടുന്ന നേരത്തെ അല്ലേ പറഞ്ഞേ. പക്ഷെ ഉള്ളിൽ അങ്ങനെ ഉറച്ചു വെച്ചിട്ടുണ്ടോ അവിടെ. ആ സാധനം അനങ്ങുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ കേറിട്ട് എന്താക്കണ്ടേ? ശരിക്കും അതിന്റെ ഉപയോഗം എന്നാ? ഇതെങ്ങനെ പോയി എന്ത് ചെയ്യൂ? ഈ സാധനം ഇങ്ങനെ പോന്ന് അല്ല. ഈ സാധനം ഇങ്ങ് എടിയോ പോയി. നമ്മള് കാണാൻ നമ്മൾ അപ്പുറത്താൻ്റെ പോയി നിൽക്കും. ഇതിന്റെ ഇങ്ങനെ ഇറങ്ങി വന്നു. നമ്മളെന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ ഉള്ളിൽ രാത്രി വരെ ഇങ്ങനെ നിക്കണം. എത്ര നീന്താലേ നീ അഥവാ നീന്തുന്നിടയിൽ നിന്റെ കൺട്രോൾ ആയിട്ട് എനിക്ക് ശ്വാസം മുട്ടി. നീ എന്ത് ചെയ്യും? അത്ര തന്നെ. അപ്പൊ അതിന് നല്ല അടുക്കുന്നല്ലേ. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ചവിട്ടി അപ്പുറം പോവാ. ആർക്കെല്ലാം വിഷമതാ? ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഒരാളെ പറ. വീഡിയോ കാണുന്നതിലെ കുറെ ചവിട്ടി
എടാ പോണ്ണ ഞാനിടെ വെയിൽ എനക്ക് ഇത് സൺകീസ് അടിക്കാൻ വന്നയാ. ഒരാളിങ്ങോട്ട് വാ, ഇവിടെ ചവിട്ടാൻ ആളില്ല. രണ്ടാക്കെ ചവിട്ടാൻ ഒരു കായ് പറ പോയി. ഒരാൾ ഇപ്പഴത്തേക്ക് അറിയിക്കാം. ഈ പാണ്ടിലോറി കണ്ട, പാണ്ടിലോറി കേറി കിടക്കുന്നുണ്ട. ഇതെന്നാ ദൈവമേ. എടാ അപ്പൊ ഞാനെന്നാ പൊട്ടനാ എന്നൊറ്റക്കാക്കി അല്ലാ പാണ്ടിലോറി കേറുന്ന പാണ്ടിലോറിയിലെ കേറിയിരുന്നല്ലേ ഇങ്ങനെ ഉണ്ടാ. എടാ വാ ഗൈസ്, നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. വാ ധനീഷ വാ. ഏതാ നടത്തം കണ്ട പെരുമ നടക്കുന്നു. എടാ ഇതെന്ന് എനക്ക് ടിഷ്യൂവാ. എന്റെ മോനെടാ ചെക്കൻ്റെ കെയറിങ് കണ്ട. എടാ നിനക്കൊന്നും പറയാനില്ല, ഒരു ടിഷ്യൂ ഉണ്ട് തനക്ക്. ഭയങ്കര കെയറിങ് കേട്ടാ, കെയറിങ് ലെവല്. പക്ഷെ നമ്മളങ്ങനെ ഏകദേശം നമ്മളെ സ്പീഡ് ബോട്ട് എന്തിനും സ്ലോ ബോട്ടല്ല, എന്തിനും പെഡൽ ബോട്ടിന്റെ ബ്രേക്കിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഇനി ഇത് കഴിഞ്ഞിട്ട് കയാക്കിങ് ചെയ്യാനുണ്ടേ. കഴിഞ്ഞിട്ടൊന്നുമില്ല പരിപാടി. ഇതെന്നാ സംഭവം എന്നാ അതോ സംഭവം ലോഡർ പൊട്ടാറ്റോ ഫ്രൈസാ, ലോഡർ ഫ്രൈസ്. എന്ത് മെക്സിക്കൻ ലോഡർ ഫ്രൈസ്. സാധനം എങ്ങനെ ഉണ്ട്? കോഫി ഡയറ്റിന് 1.5 മാസത്തെ ഡയറ്റിന് ശേഷം ഞാൻ ഒരു ഇന്നത്തെ സാധനം ചെക്കൻ ഡയറ്റ് പൊട്ടിച്ച് ഗൈസ്. എന്താ മെയിൻ ഡയറ്റ് പൊട്ടിച്ചെന്ന് അറിയാതല്ലേ. സംഭവം കുഴപ്പമില്ല, നല്ല ഉണ്ടല്ലേ, സ്പൈസീസ് കുറവാ. അപ്പോൾ നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോവാ. റെഡി അല്ലേ? ഉഷാറാക്കണ്ടേ? എനിക്ക് പേടിയുണ്ടോ? എനിക്ക് നീന്തൽ അറിയാം അല്ലേ? എന്ത് പേടിക്കണ്ടേ? ഇതാ വേറൊരുത്തരുണ്ട്, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തല്ലേ അല്ലേ ചെറുപുഴന്ന്. ഏതാ നമ്മളെല്ലാം ചെറുപുഴ ടീമല്ലേ? റിവർ ക്രാഫ്റ്റിംഗ് വന്ന് സംഭവം ചെയ്ത ആൾക്കാരല്ലേ. അത് ശരിക്കും റിവർ ക്രാഫ്റ്റ് ചെയ്യണം. നമ്മള് കയാക്കി ചെയ്തു, അവിടെ നല്ല വൈബാക്കി. ആ ചങ്ങനെ നമ്മളെല്ലാം ചോദിച്ചു നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നൂടെ കാട്ടാമ്പള്ളിയല്ല, അവരതാണത്. അവരെ സംഭവം അത്. പിന്നെ നമ്മളെങ്ങനെ കണ്ടൽക്കാട്ട് പോവാ? ആരോട് നമ്മളെങ്ങനെ ഒറ്റക്ക് പോവാ? നമ്മളെ അവസ്ഥ ഗതോഗതി. നമ്മളെ പൊട്ടന്മാരായി. അടാ ഇപ്പൊ ഒഴുകിപ്പോവും, അതിപ്പോ ഒഴുകിപ്പോവും. അതിങ്ങനെ ഒഴുകൂ. കേറിയില്ലേ? ഞാൻ ഫസ്റ്റ് ഞാൻ കേറണ കാരണം നിർബന്ധണ്ടാ? ആ അല്ല ഇത് വേറെയാ, അത് മേടിക്കണ്ട. ജാക്കറ്റ് ഇട്ടടാ. ആയാ ഇറങ്ങട്ടെ? എങ്ങനെ ഇറങ്ങട്ടെ? ഈ സൈഡല്ലേ? എടാ പിടിക്കണേ. നീ ഞാനങ്ങല്ല എടാ ഇവന്റെ വെയിറ്റ് കൂടുതലാ. ഇത് സീനാവോ? എടാ വേണ്ട എടാ തന്നെ ഇറക്കി ഇവനെ പേടിയാ. വേണ്ട ഞാൻ സിംഗിൾ പോയിക്കോളൂ. ഇത് എനക്ക് നിന്നെ പേടിയുണ്ടേ. അല്ലാ എടാ തന്നെ കളിക്കല്ലേ, നല്ല ടെൻഷൻ വരെ. മിക്കവാറും ഹാർട്ട് അറ്റാക്ക് വരും. കടിയൊക്കെ റെസ്റ്റ് വെച്ചിട്ട് പെടക്കുന്നില്ല പട്ടി. ശരിയല്ലേ? വണ്ടി തിരിക്ക്, അനക്ക് വീട്ടിൽ പോണോ? എടാ കളിക്കല. അനക്ക് വേണ്ട എന്നെ തിരിച്ചാക്ക്. അനക്ക് വേണ്ടാന്നറിയില്ലേ? അനക്ക് കഴിയുന്നില്ല. എനക്ക് നല്ല പേടിയുണ്ടാ. നിന്നെ എനക്ക് പേടിയുണ്ട്. എടാ അനക്ക് നല്ല പേടിയുണ്ട്. പെടച്ച പൂന്നറിയാ. എനക്കറിയാ. എടാ എനക്കിത് മോനെ ഒരു സെക്കൻഡ് ഒരു വേൾഡ് വാർ അവസാനിപ്പിച്ചു അല്ലേ ഇപ്പൊ തന്നെ. അനക്കല്ല എടാ നീ ശരിയല്ല, പതുക്കെ ചെയ്. നിനക്ക് ഞങ്ങൾക്ക് വിട്ടയച്ച അയ്യോ ഒഴുകി പോയിക്കോളൂ. ഓക്കെ നീ ശരിയണ്ടേ? തനിയെ പോയിക്കോളൂ. എടി ഇത് എടാ നായി നിന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. എടാ തന്നെ നിനക്ക് അന്തിക്ക് മേടിച്ചരാ. നമ്മളെ വലിയ കട ഉണ്ടെങ്കിൽ എത്തി തീർക്ക്. നീ പതുക്കെ ചെയ്താൽ. എടാ കുറച്ചങ്ങോട്ട് വളക്ക്. എടാ വളക്കുമ്പോ ചെരിയുന്നേ. നീ എനക്ക് പേടിയാതടാ, നല്ല പേടിയുണ്ട്. ഇത് നല്ല സീരിയസ്ലി പറയാ, തമാശാക്കുന്നില്ല.
മിന്നാന്ന് ചെയ്തത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഭയങ്കര ഇളക്കം വരുന്നടാ. മിന്നാന്ന് ഇത് എന്തല്ല ഇതുണ്ടായിരുന്നടാ, അത് സീനില്ല. ആ ലാസ്റ്റ് ഒരു കയാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പീരിയൻസ് വല്ലട്ടെ, ഇത് നല്ല സീനാണ് പറയുന്നതല്ല, നല്ല പേടിയുണ്ട്. എനിക്ക് എന്താ അറിയാ, കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പേടി പോലെ ഉണ്ടായിട്ടില്ല. അതാ നമ്മളെ ചങ്ങായിലുണ്ട് അടുത്ത്, ഇവെല്ലാം നല്ല സ്മൂത്തായിട്ട് തുഴയുന്നുണ്ട്. എടാ അങ്ങ് പോ പ്ലീസ് പ്ലീസ്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുത്തിക്കല്ല പ്ലീസ്. ഞാൻ സമാധാനത്തിൽ ഇപ്പം ഇരിക്കുന്നതാണ് എന്തോ ഭയത്തിന്. എടാ നീ സ്പീഡാക്കണ്ട ധന്യജ മോനോ, സ്പീഡാക്കല്ല. ഇത് വിചാരിക്കുന്നതല്ല കേട്ടോ, എനിക്ക് എന്തോ നല്ല പേടിയുണ്ട്. അപ്പോൾ പൊതുവെ പേടിയുണ്ട് പിടിച്ചു വെക്കും ഞാൻ. പക്ഷേ ഇതെന്താണെന്നറിയില്ല, നല്ല പേടിയുണ്ട് കേട്ടോ. ഇത് സംഭവം ചെറുങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഉള്ളിന്ന് നെഞ്ചടിക്കുന്നുണ്ട്. അമ്മാതിരി എക്സ്പീരിയൻസ്. മിന്നാന്നൊരു കയാക്കിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ കണ്ടോ. ഞങ്ങൾക്ക് പേടി എന്ന് പറഞ്ഞ സാധനമില്ല, കയറുമ്പോൾ ഒരു പേടിയുണ്ട്. പക്ഷേ ഇത് കയറുമ്പോൾ ഇതെന്തോ അനങ്ങുമ്പോൾ നല്ല പേടിയുണ്ട്. സ്പീഡ് ബോട്ടോ സ്ലോ ബോട്ടോ ചെയ്ത പോലെയല്ല. തൽക്കാലം നീ എന്നെ ആടാക്കി തന്നട്ടാ. ഞാനൊരു ഞാൻ എടുക്കുന്നില്ല എനക്കിവിടെ നല്ല പേടിയാണ്. ഞാൻ വീഡിയോ എടുക്കാനുള്ള മൂഡിലേ അല്ല. എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്, വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ കണ്ടിട്ട് എന്തെടുക്കാറ് എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുരക്കത്തിയാൽ മതി. ഇപ്പോൾ അതാണ് നല്ല സീനുണ്ട് കേട്ടോ. ഇത് മിന്നാൻ ചെയ്ത പോലെ നമ്മൾ താൽക്കാലികമായി വീഡിയോ അവസാനിപ്പിക്കാൻ പോവാ. വീഡിയോ ഒന്നും കൊണ്ടല്ല എടാ, നമ്മളെ ഒന്ന് എങ്ങനെയൊക്കെ പുരക്കെത്തിച്ചാടാ. ഇതെന്ത് ഇത് കാണാനാ ഞാൻ വന്നിന്, ഇതെന്തിന് വീട് വന്നില്ലടാ. നീ അങ്ങോട്ടല്ലേ എടാ, നീ വീടിനെങ്കിൽ നിന്റെ അഴിമാറണം. നിനക്കുള്ള പരിപാടിയും ചായ ഞാൻ തരാട്ടാ. ധന്യജേ കയറി ഞാൻ കുടുക്കി തരാം. ഒന്ന് എത്തിച്ചാടാ വേഗോ. നീ തുളച്ചട ഇത് കൊടുക്കാന്. ചക്കര എത്ര സ്പീഡ്. എങ്ങനെയുണ്ട് ധന്യജ കയാക്കിങ് ചെയ്തോന്നില്ലേ? അടിപൊളിയാണ്. നമ്മള് കുറച്ച് സീനുള്ളതുകൊണ്ടല്ലേ, എന്താ പറയാ, കുറച്ച് ടെറർ ഉള്ളതുകൊണ്ട് പേടിയുള്ളതുകൊണ്ട്, സിബിലിന് കുറച്ച് പേടിയുള്ളതുകൊണ്ട് മാത്രം എല്ലാം കുറച്ചും കൂടി നല്ല വൈബാകുമായിരുന്നു. സിബിലിന് പേടിയുള്ളതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മൾ അടിപൊളിയാവുമായിരുന്നു. അത് ഞങ്ങൾക്കെന്തോ ലാസ്റ്റ് ചെയ്ത പോലത്തെ അല്ല, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടിയിലോട്ട് ക്യാമറ ഓഫ് ആക്കിച്ച് നേരെ തിരിച്ചു വന്നു. ഇങ്ങനെയുണ്ട്, എനിക്കെങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നീ ഒറ്റക്കല്ലേ സിംഗിൾ മാൻ, ഒറ്റക്ക് വഴിവിട്ട് വന്നു. പക്ഷേ നമ്മളെ ഇതിന്റെ രീതിയിൽ ഞാൻ പറയുന്ന കയാക്കിംഗ് അപ്പോൾ ഒറ്റക്ക് കുറച്ചും കൂടി ബെറ്റർ. ഒറ്റക്ക് എന്ന് വെച്ചാൽ ഒരാൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് മീൻസ് നല്ല തുഴയാൻ അറിയുന്നുണ്ടെങ്കിൽ മറ്റവൻ അറിയില്ലെങ്കിൽ നമുക്ക് കൺട്രോൾ കിട്ടും. അങ്ങനെ ഇപ്പിനെ നമ്മളെന്തായാലും ഫുഡിന് വെയിറ്റ് ചെയ്യാം അല്ലേ. ഫുഡും കൂടി കഴിച്ചിട്ട് വേറെ പരിപാടി ഒന്നുമില്ലല്ലോ ഗൈസ്. നമ്മൾ അവസാനം നൈറ്റായി ഫുഡ് എത്തിയിട്ടുണ്ട്. സോ ഇതെന്താ സംഭവം എന്നാ, ഒന്ന് മോമോസും ഒന്ന് ഫ്രൈസാണെന്ന്. സോ ഇത് കഴിച്ചതിന് വേറെ പരിപാടി ഒന്നുമില്ല, നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന്. സോ നമ്മൾ അടുത്തൊരു വ്ളോഗ് വരുന്നതായിരിക്കും. ദിസ് ഇസ് ബൈ ഫ്രം ടിക്കിൻ ഫുഡ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അല്ല ധന്യജ എന്താ അവസാനമായിട്ട് പറയാനുള്ളത്? എന്നാ എന്നുവെച്ചാൽ ഒന്നുമില്ലടാ, നല്ല എല്ലാവരും അടുത്തേക്ക് വരുവാ സ്പോട്ടിൽ, നല്ല ഫുഡാണ്. കക്കാട് പുല്ലുപ്പിക്കടവ് അല്ലേ ലൊക്കേഷൻ? എന്തായാലും റക്കായ അല്ലേ? റക്കായ നല്ല സ്പോട്ടാണ് റക്കായ. ഒരു ദിവസം വൈകുന്നേരം മന്തി കണ്ടിട്ട് ഇത് അടിപൊളി സ്പോട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ പറയണ്ടേ ധന്യജ പറ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊളിക്കുക. അത്രയേ ഉള്ളൂ. ശരി എന്നാൽ.